ചമ്മന്തിയും നെത്തോലി മീനും. കൂളാണ് എവിടെ? ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോഴേ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാതെ മീനൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇനി പോയിട്ടൊക്കെ വന്നിട്ട് റെഡിയാക്കണം. ഇതെല്ലാം വെട്ടിയൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ. വെട്ടി കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന പീസാണ്. കഴുകി എടുത്താൽ മതി. അതിനെ വെച്ചിട്ട് നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ പോവാം. പുറത്തോട്ട് പോകുന്ന വേറൊന്നും അല്ല, കേശപ്പന് റെഡ് ടീഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. നാളെ സ്കൂളിലൊക്കെ ക്രിസ്മസ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനുള്ള റെഡ് ടീഷർട്ട് വാങ്ങിക്കാൻ പോവാം. അതേ ഇവിടെ ഇരിക്കുന്നു, നോക്ക്. റെഡ് കളറിലെ ഒരു ഡ്രസ്സും ഇല്ല. അപ്പോൾ വിചാരിച്ച് റെഡ് ടീഷർട്ട് വാങ്ങിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ. കേശപ്പൻ വരുന്നില്ലേ? പിന്നെ വാ, ഞങ്ങളപ്പോൾ പോയിട്ട് വരാം. പോവാം. ടീഷർട്ട് വാങ്ങിയത് കടയിലൊക്കെ എത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കിനെ മൊത്തത്തിൽ എല്ലാവരും ഒരു റെഡ് മയമാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സും വലിയൊരു ഡ്രസ്സും മൊത്തത്തിൽ റെഡ് മയമാണ്. ഗേൾസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ബോയ്സിന് റെഡ് ടീഷർട്ട് പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. കോളറുള്ളതും കോളറില്ലാത്തതും അങ്ങനെ ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ടീഷർട്ട് മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലോ. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് പിന്നെ നേരെ തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോയി കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് എല്ലായിടത്തും ഈ പുൽക്കൂട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ ഈ കാണുന്ന ഈ 2-3 എണ്ണം ഉണ്ട്. എനിക്ക് ഈ പിള്ളേരുണ്ടാക്കിയിരിക്കുന്ന ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. മത്സരം പോലെയാണ് കേട്ടോ ഇവിടെ പുൽക്കൂടൊക്കെ കെട്ടിയിരിക്കുന്നത്. എല്ലായിടത്തും മുക്കിനും എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇനി മീനൊക്കെ കറി വെക്കാൻ പോവാണേ. കുറച്ച് മീൻ കറിയും കുറച്ച് വറക്കാനും. മീൻകറി വെക്കാനൊക്കെ പിന്നെ എല്ലാം എടുത്തൊക്കെ വെക്കുമായിരുന്നു കേട്ടോ. അപ്പം വറക്കാനുള്ള മീനകത്ത് മുളകൊക്കെ പുരട്ടി വെക്കണമല്ലോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് 2-3 ദിവസത്തേക്കുള്ളതൊക്കെ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെക്കുക. അപ്പോൾ ഡെയിലി മീൻ കറി മീൻ വറക്കാനൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ എടുത്താൽ മതി. ഒരു 3-4 ദിവസത്തേക്കേ വെച്ച് വെക്കുള്ളൂ. അത്രയ്ക്കുള്ളതേ അരച്ച് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതേ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മസാലയെല്ലാം പുരട്ടി വെക്കുന്നത്. അപ്പുറത്ത് പുളിയാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുളി ഞാനിപ്പോൾ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുകയുള്ളൂ. പിന്നെ അതിൽ പുളി നോക്കിയിട്ട് 1-2 പുളിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പം അങ്ങനെയാണ് വെക്കാറുള്ളത് കൂടുതലും കേട്ടോ. അപ്പോൾ മീൻ വറക്കാനുള്ള എല്ലാം പുരട്ടിയൊക്കെ വെച്ചു. ഇതേക്കണ്ടോ പുളി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ മീൻകറി സാധാ നമ്മുടെ മുളകിട്ട മീൻകറിയോ കുടംപുളിയിട്ട മീൻകറി തന്നെ വെക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ച മീൻകറി വല്ലപ്പോഴും ഇത് കൂട്ടി ഒരു ബോറടി തോന്നുമ്പോൾ മാത്രമേ വെക്കാറുള്ളൂ. കൂടുതലും ഇതേ വെക്കത്തുള്ളൂ കേട്ടോ. ഇതാണ് ഏറ്റവും ഇഷ്ടം. കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. ഷോർട്സിലും വീഡിയോസിലും ഒക്കെ എപ്പോഴും എൻ്റെ ഉള്ളതായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ തിളച്ചതിനൊക്കെ ശേഷം മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത്. അവിടെ വെച്ചാൽ ഇന്നെന്തോ കൊണ്ടുവന്നേ? കപ്പയും ചമ്മന്തിയും നെത്തോലി മീനും. കൂളാണ് എവിടെ? തരാം. കപ്പ പുഴുങ്ങി കാന്താരി ചമ്മന്തി. ഇതെന്തുവാ? നമുക്ക് പിന്നെ ഇത് മതിയായിരുന്നു. നമ്മുടെ മീൻകറി വേണ്ടായിരുന്നു.
പിന്നെ കേശപ്പൻ്റെ അതേ മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്തു കേട്ടോ. അപ്പം ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചൊന്നും ഇല്ലല്ലോ, വൈകുന്നേരം ആയതുകൊണ്ട് ഒന്ന് മേലൊക്കെ കഴുകി കൊടുത്തു. പിന്നെ കേശപ്പൻ കണ്ട റിമോട്ട് അച്ചാമ്മ സീരിയൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ റിമോട്ടും കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇവിടെ റൂം അടച്ചിട്ടിരിക്കുക, ഈ റിമോട്ടും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അവൻ കുളി കഴിഞ്ഞപ്പോൾ അത് എടുത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ ജയിച്ചേ. മൂന്ന് വട്ടം ജയിച്ച്